നേരത്തെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ആബ്സല്യൂട്ടിസ്റ്റും റിലേറ്റീവ്സും ഡിയന്റോളജിസ്റ്റ് ആൻഡ് ടെലിയോളജിസ്റ്റിന്റെ നമുക്ക് എത്തിക്സിന്റെ പെർസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. മംഗലശ്ശേരി നീലകണ്ഠൻ മുണ്ടയ്ക്കൽ ശേഖരന്റെ കൈവെട്ടുന്നു, ഇതൊരു കോഴ്സ് ഓഫ് ആക്ഷൻ. നമുക്ക് എത്തിക്സിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഒരു പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് 3 ആംഗിളിൽ നോക്കുക. ഗാന്ധിജിയുടെ വേണമെങ്കിൽ ഒരു മോറൽ ആബ്സല്യൂട്ടിസം എന്നൊക്കെ പറയാം. ഒരു പിടിവാശിക്കാരനാണ്, പുള്ളി പറഞ്ഞത് മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്ന ഒരു വേർഷനാണ് ഗാന്ധിജി. അതുകൊണ്ടാണ് അഹിംസ മാത്രമാണ് റൈറ്റ് എന്ന് പറയുന്നു. ഏത് മൊമെന്റിലും മോഹൻലാൽ അല്ല ഗാന്ധിജി കാണുന്നൊരു കിനാശ്ശേരി അല്ലെ, മുണ്ടയ്ക്കൽ ക്ഷേത്രത്തിലെ ഉത്സവം അലമ്പാവുന്ന സമയത്ത് പോലും മംഗലശ്ശേരി നീലകണ്ഠൻ എന്താണ് നോൺ വയലന്റ് ആവണം എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അവിടെ ഇഷ്ടംപോലെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നത് ഈ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടുന്നു, മുംബൈയിൽ വലിയ റാലി നടത്തുന്നു. അത് മുംബൈ പോലുള്ളൊരു വലിയ സിറ്റിയിൽ മുംബൈ പോലീസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തി. പക്ഷെ RCB അവർക്ക് വലിയ ട്രോഫി കിട്ടിയ സമയത്ത് എന്താണ് വളരെ പുവർ പ്ലാനിങ് ആയിരുന്നു കർണാടകത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ വേറൊരു നല്ലൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ളൊരു തിങ്കർ ഉണ്ട്. ഏത് സമയത്തും നമ്മൾ ഏത് ടൈം, അത് ബ്രിട്ടീഷുകാരുടെ സമയത്താണെങ്കിലും മോഡേൺ പീരീഡ് ആണെങ്കിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ആണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം നമ്മൾ ദർ ആർ സർട്ടൺ റൈറ്റ് ആൻഡ് റോങ്. അപ്പോൾ നമുക്ക് ദേവാസുരം സിനിമയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് IV ശശിയാണ്. IV ശശി മലയാളത്തിൽ ഒരുപാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള തീംസൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള സംവിധായകനാണ്. നടി സീമയുടെ ഭർത്താവാണ്. സിനിമയുടെ ടൈറ്റിലിന്റെ പേര് തന്നെ അതിൽ എന്തെങ്കിലും ഒരു എത്തിക്കൽ സംഗതി ഫീൽ ചെയ്യുന്നുണ്ട്. ദേവാസുരം എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്, നന്മയും തിന്മയും എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ശരിക്കും ഇതിൽ ഈ റൈറ്റും റോങ്ങും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇതെപ്പോഴും നമ്മുടെ എത്തിക്സിൻ്റെ ബേസിക് തീമാണല്ലോ. ശരിയും തെറ്റും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള ഐഡിയ ആണ്. ശരിക്കും ദേവാസുരാണോ അല്ലെങ്കിൽ അസുരൻ ദേവനായിട്ട് മാറുന്നതാണോ ഇതിൻ്റെ ഒരു ഐഡിയ വരുന്നത്? അതായത് ഒരു വളരെ ഒരു ആസുരികമായിട്ട് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ഈവിൾ ലൈഫ് ലീഡ് ചെയ്തിരുന്ന ഒരാൾ പിന്നീട് അയാളുടെ ഒരു മോറൽ ട്രാൻസ്ഫോർമേഷനാണ്. എനിക്ക് തോന്നുന്നു പേരിടാനുള്ള സൗകര്യത്തിലായിരിക്കും. അസുരദേവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ സുഖം ഉണ്ടാവില്ലല്ലോ, ദേവാസുരം എന്നുള്ള പേരിട്ടത്. എനിക്ക് ദേവനായിട്ടുള്ള അസുരൻ, നമ്മുടെ ഉള്ളിൽ തന്നെ റൈറ്റും നമ്മൾ ഗ്രേ ഷെയ്ഡ്സ് ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ, അങ്ങനെയും ആലോചിക്കും. ഞാനിത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിനിമയുടെ തുടക്കം തന്നെ ഒരു അമ്പലത്തിലെ ആഘോഷമാണ്. ഏഴിലക്കര അല്ലെ, മുണ്ടയ്ക്കൽ ഉത്സവമാണ്. അപ്പോൾ ഈ മുണ്ടയ്ക്കൽ ഭഗവതിയുടെ ഉത്സവം നടക്കുന്നു. ഈ ഉത്സവം അത് മംഗലശ്ശേരി നീലകണ്ഠനും ടീമും കൂടിയിട്ട് അത് മൊത്തം അത് സബോട്ടേജ് ചെയ്യുന്നു. ഇതാണ് സിനിമയുടെ തുടക്കം വരുന്നത്. ഈ ഒരു മന എവിടെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഷൂട്ട് ചെയ്തിരിക്കുന്നത് മംഗലശ്ശേരി എന്നുള്ള അത് നമ്മുടെ ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുള്ളതും ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടുള്ളതായിട്ടുള്ള ഫ്യൂഡൽ സിനിമകളുടെ സ്ഥിരം ലൊക്കേഷനാണ് നമ്മുടെ ഒറ്റപ്പാലത്തുള്ള വരിക്കാശ്ശേരി മന. ഇന്ന് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ വരിക്കാശ്ശേരി മനയ്ക്ക് പോകും. ടൂറിസം ഉണ്ടായിരിക്കും. കുറേ സിനിമകളിലുണ്ട്. മോഹൻലാലിൻ്റെ തന്നെ പല സിനിമകളിൽ വന്നിട്ടുണ്ട് വരിക്കാശ്ശേരി മന. അപ്പോൾ ഇതിൽ ക്യാരക്ടർ ഇയാളുടെ മംഗലശ്ശേരി നീലകണ്ഠൻ ഒരു ഫ്യൂഡൽ ലോഡാണ്. ഇയാളെ ഒരു ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള പണിക്കർ സാറ് ഇയാളെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഫ്യൂഡൽ മാടമ്പി എന്നോ ഫ്യൂഡൽ ലോഡെന്നോ മറ്റോ ആണ്. അപ്പോൾ ഒരു നാടുവാഴ്ത്തത്തിൻ്റെ ഹാങ് ഓവറിൽ ജീവിക്കുന്ന അച്ഛൻ്റെ പേരിൽ അച്ഛൻ പുറമേയൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് എന്ന മറ്റൊരു റെഫറൻസ് വരുന്നുണ്ട്. വക്കീലായിരുന്നു, എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിലും മറ്റു പോയി പഠിച്ചിട്ടുള്ള വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. ഇദ്ദേഹത്തിൻ്റെ നീലകണ്ഠൻ്റെ ആക്ച്വലി ഒക്യുപ്പേഷൻ എന്താ ഇതിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് പ്രത്യേകിച്ച് ഒരു ഒക്യുപ്പേഷൻ ഇല്ല. അപ്പോൾ ഇതിൽ ഇയാള് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അത്യാവശ്യം വലിയ ഫാമിലി പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എത്തിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണല്ലോ ഈ വാല്യൂ. ആൻഡ് വി ഹാവ് ദിസ് കൺസെപ്റ്റ് കോൾഡ് വാല്യൂ മാപ്പിംഗ്. അപ്പോൾ ഇയാളുടെ വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹം നന്നായിട്ട് ദൂർത്തടിക്കുന്ന അല്ലെങ്കിൽ നട്ടുച്ചയ്ക്കൊക്കെ കരിക്കും റമ്മും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന
കരിക്ക് മാറ്റുവാണ് ശ്രദ്ധിച്ചില്ലേ? നാടൻ മാറ്റില് കരിക്കൊഴിച്ച് കഴിക്കുന്നത്. അതുപോലെ തന്നെ വിമനൈസറാണ്, സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ബന്ധം വരുന്നു. പിന്നെ അച്ഛൻ്റെ പ്രോപ്പർട്ടി എല്ലാം വിറ്റ് തുലയ്ക്കുന്നു. ഇത് മോഹൻലാലിൻ്റെ തന്നെ ഒരു ഡയലോഗ് വരുന്നുണ്ടല്ലോ, എന്താണ്, ഭാര്യരെ ആറടി മണ്ണും മതിയല്ലോ നമുക്ക് ജീവിക്കാനായിട്ട്, നീലകണ്ഠനും ജീവിക്കാൻ, ബാക്കിയൊക്കെ നമുക്ക് വിറ്റ് തുലയ്ക്കാന്നൊക്കെ പറയുന്നുണ്ട്. വളരെ കാഷ്വലായിട്ട് പുള്ളി ഇത് പറയുന്നു. പുള്ളിന് ഓരോ സ്പോയിൽഡ് കിഡാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കക്ഷിയാണ്. പക്ഷെ അതേസമയം തന്നെ പുള്ളി ടാലൻറ്റഡ് ആണ്, പാട്ട് പാടുന്നുണ്ട്, കുട്ടിക്കാലത്ത് പാട്ടുപാടിയ കാര്യം പറയുന്നുണ്ട്, കല ആസ്വാദകനാണ്. യെസ്, നമ്മൾ ഈ ആർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. യെസ് നല്ല ഇടയ്ക്ക് കൊട്ടുന്നത്. യെസ്, അതൊരു നല്ല കാര്യമാട്ടോ. നമ്മൾ ആക്ച്വലി നമ്മൾ ഹിസ്റ്ററി തന്നെ നമ്മളിങ്ങനെ ഈ രാജാക്കന്മാർ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അക്ബറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ആൻഡ് കൃഷ്ണദേവരായ, ഇവർക്ക് എല്ലാവർക്കും ഈ കോർട്ട് സ്കോളേഴ്സ് എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, പണ്ഡിതന്മാരും കലാകാരന്മാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എത്തിക്സിൽ ഒരു ഐഡിയ ഉണ്ട്, ഹെഡോണിസം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഹെഡോണിസത്തിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമൈസിങ് പ്ലഷർ. ലൈഫിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, സുഖങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്നൊരു ഫിലോസഫിയാണ്. ഇത് ആക്ച്വലി ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ, നിങ്ങളുടെ പോർഷനിലേക്ക് അത് എത്തിയിട്ടില്ല, ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഒരു ഫിലോസഫി ഉണ്ട്, ചാർവാകന്മാർ എന്ന് പറയുന്ന ഒരാൾക്കാർ ഇന്ത്യയിലുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചാർവാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദികളാണ് അവർ ഇന്ത്യയിലുണ്ടായിരുന്ന. ഇവരും സന്യാസിമാരാണ്, എത്തിസ്റ്റ് ആണ്, പക്ഷെ ഇവർ കുറച്ചുകൂടി കൂളായിട്ടുള്ള ആൾക്കാരാണ്. ഈ ചാർവാകന്മാരുടെ ഒരു ഫിലോസഫി ഉണ്ട്. ഇവരുടെ പ്രധാന ഒരു മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുക, അല്ലെങ്കിൽ മാക്സിമം പ്ലഷർ എൻജോയ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ചാർവാകന്മാരുടെ ഇന്ത്യൻ ഹെഡോണിസ്റ്റുകളെന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഇവരും നിരീശ്വരവാദികളാണ്, പക്ഷെ ഇവരും സന്യാസിമാരാണ്. നമ്മുടെ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ ഇവരുടെ റെഫറൻസ് ഒക്കെ ഉണ്ട്. തിന്നുക, കുടിക്കുക, ആർമാദിക്കുക എന്നൊക്കെ ഉള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ഏതാണ് അതന്നെ. അപ്പോൾ ഇവരുടെ ഒരു അടിപൊളി ശ്ലോകം ഉണ്ട്, സംസ്കൃതത്തിലാണ്. അതിൻ്റെ കണ്ടന്റ് എങ്ങനെയാണ്, കടം മേടിച്ചിട്ടായാലും നെയ്യ് കുടിക്കണം. അവർ പറയുന്ന ഒരു കാര്യമാണ്, ഓണം ഉണ്ണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കടം മേടിച്ചിട്ടായാലും നമ്മൾ നെയ്യ് കഴിക്കണം. കാരണം നെയ്യ് എന്ന് പറഞ്ഞാൽ അത് പ്ലഷറാണ്. അപ്പോൾ ഇത് ഇവരുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്താ വെച്ചാൽ, പണ്ട് നിറച്ചും സന്യാസിമാരാണല്ലോ, ബുദ്ധൻ, മഹാവീരൻ, നമുക്കൊരു 10-60 ആൾക്കാർ സന്യാസി സെക്റ്റുകൾ തന്നെ ഉണ്ടായിരുന്നു, ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഫാമിലീനൊക്കെ ഉപേക്ഷിക്കുന്നു, കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള സമയത്ത് ഇവർ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ള ഫിലോസഫിയാണ്. ലിവ് ഇൻ ദ മൊമെന്റ്, അല്ല പ്രസന്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഗോ വിത്ത് ഫ്ലോ. അപ്പോൾ ഒരു മോശക്കാരല്ല, ഇവർ അടിപൊളിയാണ് ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ഹെഡോണിസ്റ്റ് എന്നുള്ള ഇന്ത്യൻ ഹെഡോണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർവാകൻ്റെ ഫിലോസഫിയാണ്. അവരാക്ച്വലി നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന സന്യാസിമാരെ മോക്ഷം എന്നുള്ള കൺസെപ്റ്റൊക്കെ അവർ വിമർശിക്കുന്നുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ പിണ്ടം വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മൾ കാക്ക വന്ന് ബലിച്ചോറുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയം അവർ പറയുന്നുണ്ട്, ഇതൊക്കെ ഭയങ്കര മണ്ടത്തരാണ്, സ്വർഗവും ഇല്ല, നരകവും ഇല്ല, ഒന്നുമില്ല, ഒറ്റ ലൈഫേ ഉള്ളൂ, അത് ചില്ല് ചെയ്യുക എന്നുള്ളൊരു ബേസിക് ഫിലോസഫിയാണ്. അപ്പോൾ എത്തിക്കൽ ഈ ഇന്ത്യൻ ഹെഡോണിസം എന്നുള്ള ഐഡിയ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹെഡോണിസത്തെ നീലകണ്ഠനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇയാളും ഒരു ഹെഡോണിസ്റ്റാണ്. ഇയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അയാൾ ഒരു ജോലി ചെയ്യുന്നത് നമ്മളിവിടെ കാണുന്നില്ല, പക്ഷെ ക്വാളിഫൈഡ് ആണ്, ഇസ് വെരി നോളജബിൾ. പക്ഷെ ഇങ്ങനെ സുഖിച്ച് രാവിലെ തൊട്ട് അല്ലേ നല്ല ഒരു രസമായിട്ട് ആ ഒരു ചാരികസേരയിലൊക്കെ കിടന്ന് പാട്ട് കേൾക്കുന്നു, നൃത്തം കാണുന്നു. ഇയാൾ ചില കാര്യങ്ങളൊക്കെ ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അമ്പലത്തിൻ്റെ ഒരു സീക്വൻസ് വരുന്നില്ലേ, അമ്പലത്തിൽ മോഹൻലാൽ ചെന്ന് തൊഴുന്നു, പാട്ടുപാടുന്ന സമയത്ത് അവിടെയുള്ള ഭാരവാഹികൾ വന്നിട്ട് ഈ അമ്പലത്തിൻ്റെ പാട്ടുപുരം ഒന്ന് റെനോവേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ നീലകണ്ഠൻ്റെ അമ്മ മുമ്പ് വന്ന് പാടിയിട്ടുണ്ട്. അമ്മ ഒരു മ്യൂസീഷ്യനൊക്കെയാണ്, പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണ്. ഈ പാട്ടുപുര എന്നുള്ളത് നമ്മുടെ അമ്പലങ്ങളിൽ ഈ കൂത്തമ്പലം എന്നൊക്കെ വിളിക്കുന്ന വേറൊരു സ്ട്രക്ചർ കൂടിയിട്ടുണ്ട്. ഇതിലെ കലാരൂപങ്ങൾ പെർഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് അത് കൂത്തമ്പലം എന്ന് പറയുന്നത്. ചില പാട്ട് തന്നെയില്ല, കൂത്തമ്പലത്തിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ട് തന്നെയുണ്ട്. നമ്മുടെ മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നമ്മളൊരു പ്രത്യേക രീതിയിൽ
നമ്മൾ കൂത്തമ്പലം എന്ന് വിളിക്കുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിൽ നിങ്ങൾ വടക്കുംനാഥൻ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് അല്ലേ? മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ ദ്രവീഡിയൻ സ്റ്റൈലിൽ ദ്രവീഡിയൻ സ്റ്റൈലിലും നഗര സ്റ്റൈലിലും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചും കൂടി കേരളത്തിൽ അതൊരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് വരുന്നു. ഒഡീഷയിലൊക്കെ നാട്ട് മന്ദിർ എന്നൊക്കെ പറഞ്ഞ് നൃത്തം ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ക്ഷേത്രകലകളാണ് അവതരിപ്പിക്കുക. അപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ നമ്മൾ ഈ കൂടിയാട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരു കലാരൂപമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കൂടിയാട്ടം? കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം പ്രിലിംസിന് വന്നിട്ടുള്ള ഒരു ചോദ്യം പല്ലവരാജാവായിട്ടുള്ള മഹേന്ദ്രവർമ്മൻ എഴുതിയിട്ടുള്ള ഒരു നാടകം മത്തവിലാസ പ്രഹസനം എന്ന് പറയുന്നത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് നമ്മുടെ കൂടിയാട്ടത്തിൽ ഇപ്പോഴും പെർഫോം ചെയ്യുന്ന ഒരു സംസ്കൃത ഒരു പ്ലേ ആണ്, നാടകമാണ്. അപ്പോൾ ഈ കൂത്തമ്പലം ഇയാൾ റെനോവേറ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഒരു സോങ് സീക്വൻസ് തന്നെ മോഹൻലാൽ പാട്ട് പാടുന്ന തന്നെ നമ്മൾ ഈ ഒരു ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ്. അപ്പം നമ്മൾ ഈ അന്തരാളം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അന്തരാളം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് നമ്മളിങ്ങനെ തൊഴുമല്ലോ, ആ തൊഴുന്ന ആ ഒരു ഏരിയയാണ് ശ്രീകോവിലിനും ഈ മണ്ഡപത്തിൻ്റെ ഇടയിലുള്ള നമ്മൾ നിന്ന് തൊഴുന്ന ആ ഒരു ഏരിയനെയാണ്, ആ ചെറിയൊരു സ്ട്രക്ചറിനെയാണ് നമ്മൾ അന്തരാളം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് മോഹൻലാൽ തൊഴുന്നു. നമ്മുടെ പല 90s പല സിനിമകളിലും നമ്മൾ തുടങ്ങുന്നത് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നടി നായിക അമ്പലത്തിൽ അല്ലേ മുടിയിൽ പൂവൊക്കെ ചൂടി ഇവിടെ ശ്രീകോവിലിൽ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ അന്തരാളത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ക്ലീഷ്യ സീനാണ് 90s. മോഹൻലാൽ പ്രാർത്ഥിച്ചു വരുന്നു. അപ്പോൾ ഈ കൂത്തമ്പലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ പിന്നീട് അവിടെയാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് അരങ്ങേറുന്നത്. എന്താണത്? അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആരെ ഇൻവൈറ്റ് ചെയ്യുന്നു? രേവതി ഭാനുമതിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഭാനുമതി ഒരു ഡാൻസറാണ്, കലാമണ്ഡലത്തിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ഒരു ഡാൻസറാണ്. അത് നമുക്കൊരു പ്രിലിംസിൻ്റെ ഒരു ഫാക്ട് കൂടിയിട്ടാണ്. കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിലാണ്, തൃശ്ശൂർ ചെറുതുരുത്തിയിലാണ്. പോയിട്ടുണ്ടോ ആരെങ്കിലും? പോയിട്ടുണ്ട്, കുട്ടിക്കാലത്തൊക്കെ പോയിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. അത് ഈ കലാമണ്ഡലത്തിന് വലിയ പ്രോത്സാഹനം നൽകിയത് കവിയായിട്ടുള്ള വള്ളത്തോൾ നാരായണ മേനോനാണ്. പല കലാരൂപങ്ങളും പ്രത്യേകിച്ചും കഥകളിയും നമ്മുടെ ഒരു നൃത്തകലാരൂപമായിട്ടുള്ള മോഹിനിയാട്ടവും ഒക്കെ വലിയ രീതിയിൽ അത് ഇവോൾവ് ചെയ്യാനായിട്ട് ഈ കേരള കലാമണ്ഡലം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ കലാമണ്ഡലത്തിലത്തെ പഠിച്ചിട്ടുള്ള ഭാനുമതി വരുന്നു. ഭാനുമതിയെ കൊണ്ട് അവിടെ വെച്ച് പുള്ളിയുടെ ഒരു അരങ്ങേറ്റം എന്നുള്ള ഒരു പെർഫോമൻസ് നടത്താമെന്ന് വിചാരിക്കുന്നു. പിന്നെ മോഹൻലാലിൻ്റെ ആ ഒരു താന്തോന്നിത്തര പുറത്ത് വരുന്നു. അവിടെ വെച്ചിട്ട് ബലമായിട്ട് ഈ പുള്ളിക്കാരിയെ കൊണ്ടിട്ട് ഈ നൃത്തം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല അതിലൊരു സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ ഒരു മൈൽഡ് ത്രെട്ടും പറയുന്നുണ്ട്. ഇവിടെ നൃത്തം ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വളരെ മോശമായിട്ടുള്ളൊരു സ്ത്രീയെ കൊണ്ട് നിർബന്ധിച്ച് ബേസിക്കലി ഒരു റേപ്പ് ത്രെട്ടാണത്. അത് സെർട്ടിലായിട്ട് മോഹൻലാൽ ഹിൻഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ വെച്ച് വേറെ പലതും ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അവിടെ കൂടെയുള്ളവരൊക്കെ ഈ പെൺകുട്ടിയുടെ അച്ഛനുണ്ട്, കലാകാരന്മാരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ പോലും ഇങ്ങനെയൊക്കെ പറയാൻ മടിയില്ലാത്ത ഒരു അസുരനായിട്ടുള്ള ഒരു ഫ്യൂഡൽ ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ അന്നത്തെ മലയാളി ഓഡിയൻസ് കാണുമ്പോൾ അതിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്തായിട്ട് വരുന്നുണ്ട്. അന്നത് ആക്സെപ്റ്റബിൾ അല്ലേ? എനിക്ക് പിന്നെ വേറെ കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഫ്യൂഡൽ മോഹൻലാലിന്റെ സിനിമകൾക്ക് ഏറ്റവും വലിയ വിമർശനം വന്നിട്ടുള്ളത് മോഹൻലാൽ രഞ്ജിത്തും കൂടി വരുമ്പോൾ ഫ്യൂഡൽ മാടമ്പികളായിട്ടുമായിരുന്നു അല്ലേ? ചട്ടമ്പി വരുന്നു, മെയിൽ ഷോവിനിസ്റ്റ് ആയിട്ട് വരുന്നു. തമ്പുരാന്മാരും അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നു സൗബിന് ഒരു സാധനം പറയുന്നത് മഹേഷിന്റെ പ്രതികാരത്തിൽ. അതായത് മോഹൻലാലാണെങ്കിൽ മേനോൻ വർമ്മ അത് വിട്ടിട്ട് വേറെ കളിയില്ല എന്നുള്ളതാണ്. പക്ഷെ അത് ആക്ച്വലി ശരിയല്ല കേട്ടോ. മോഹൻലാലും കുറെ ആയിട്ടുള്ള പല കാസ്റ്റ് എന്നുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയയിൽ വീണ്ടും അത് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ രഞ്ജിത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, ഇതിൻ്റെ ഓഫ് ടോപ്പിക്കാണ് കേട്ടോ, രഞ്ജിത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ നേരെ ചൊവ്വയിൽ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ രഞ്ജിത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു, ഇങ്ങനെ ആറാം തമ്പുരാനെ കുറിച്ച് പറയുന്നത്, സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു, പക്ഷേ ഈ അവസാന ഷൂട്ടിൽ തലയിലൊരു ചുവന്ന കെട്ടും കെട്ടി ഇങ്ങനെയൊക്കെ വരണമെന്നൊന്നും ഞാൻ ഷാജി കൈലാസിനോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ ഷാജി കൈലാസിൻ്റെ മനോധർമ്മമാണെന്നുള്ളത്. എനിവേ അങ്ങനെ ഒരു വിമർശനം വന്നിട്ടുണ്ട്, വാലിഡ് ആണത്. പിന്നെ പഴയ സിനിമകളിലൊക്കെ ഇങ്ങനെ ഭയങ്കര
ഈ റേപ്പ് ത്രെട്ട് അല്ലെങ്കിൽ നായികേനെ അടിച്ച് നമ്മൾ മനസ്സ് മാറ്റുന്നു, അവരെ നന്നാക്കുന്നു എന്നൊക്കെ ഉള്ള നോർമലൈസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്, സ്ഥിരം പരിപാടിയാണത്. നായകന്റെ ഒരു കരസ്പർശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നായികമാർക്ക് ആറ്റിറ്റ്യൂഡ് മാറുന്നതൊക്കെ ഈ അടി കിട്ടുമ്പോഴാണ്, വഴക്കിന് ശേഷമാണ് ടൈം ചെയ്തെടുക്കുന്നതാണ്. ജയറാമായിരുന്നു, അതെ, നമ്മുടെ ജയറാമായിരുന്നു ഇതിൻ്റെ ഒക്കെ മെയിൻ ആള്. പുള്ളിയാണ് ഒരുപാട് ആൾക്കാരെ നടികളെ അടിച്ച് അവരെ കുലസ്ത്രീകളാക്കി മാറ്റിയിട്ടുള്ളത്. എനിവേ നമുക്ക് ഡിബേറ്റ് ചെയ്ത് പോകണ്ട. ദേവാസുരത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ അതിനുശേഷം പക്ഷേ ഇവിടെ ആക്ച്വലി ഈ മോഹൻലാലിൻ്റെ ക്യാരക്ടറിന് തെറ്റിപ്പോകുന്നത് ആ പെൺകുട്ടി വലിയൊരു മോറൽ കറേജ് കാണിച്ചു. നൃത്തം ചെയ്തതിന് ശേഷം മോഹൻലാലിൻ്റെ മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നു, ആ ചെലങ്ക ഞാനിനി ഉപയോഗിക്കില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് സംഗതിയാണ്. അയാളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആർട്ടിനെ സ്നേഹിക്കുന്ന എന്നുള്ള ഒരാളുടെ ഒരു ഹ്യൂമിലിയേഷൻ, അത് വലിയൊരു തീക്കനൽ പോലെ വന്ന് പതിച്ചിരുന്നു. കാരണം മോഹൻലാലിൻ്റെ ആ ഒരു മുഖഭാവമൊക്കെ മാറുന്നു, ഭയങ്കരമായിട്ട് കുറ്റബോധം. യെസ്, കുറ്റബോധത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ കോൺഷ്യൻസ് എന്നുള്ളൊരു ഐഡിയ പറയാം. കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി, നമ്മുടെ ഉള്ളിൽ റൈറ്റും റോങ്ങും എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു വോയിസാണ് മനസ്സാക്ഷി. അപ്പോൾ ഈ കോൺഷ്യൻസ് ആണ് പലപ്പോഴും നമുക്ക് ഇൻറ്റേർണലി വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നുള്ളൊരു ഐഡിയ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് മോഹൻലാലിന് ഇത് വലിയ രീതിയിൽ ഇത് തെറ്റായിരുന്നു എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നുണ്ട്, ഒരു ഗിൽറ്റ് അടിക്കുന്നുണ്ട്, കുറ്റബോധം തോന്നുന്നു. ഈ കുറ്റബോധം തോന്നുന്നുണ്ട്, അയാൾക്കത് തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ എനിക്ക് തോന്നുന്നു ഈ ഭാനുമതിയുടെ വീട്ടിലേക്ക് ചെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇനി നൃത്തം ആ തീരുമാനം മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ അയാൾ പരാജയപ്പെടുന്നു. അവിടെയും നമ്മൾ മരിച്ചാൽ മാത്രമേ അല്ലെ, അതൊക്കെ പുള്ളിയുടെ ഈഗോ ഒത്തിരി മാറ്റി വെച്ചിട്ട് അല്ലേ, അത്ര ഹമ്പിളായിട്ടൊരു ആക്ട് ആയിട്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാനുമതി പറയുന്നുണ്ട്, എനിക്കും ചില വാശികളുണ്ട്, ഞാനും എല്ലാ സ്ഥലത്തും എനിക്ക് തോൽക്കാനായിട്ട് എനിക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു. യെസ്, മേ ബി അതായിരിക്കും ഒരു പവർഫുൾ ഒപ്പോണന്റിനെ ആദ്യമായിട്ടായിരിക്കും മംഗലശ്ശേരി നീലകണ്ഠൻ കാണുന്നത്. അപ്പോൾ മരണത്തിന് ശേഷം മാത്രമേ ഞാൻ ഇനി ചെലങ്കണിയുള്ളൂ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, ഭാനുമതിയുടെ ക്യാരക്ടറിനെ കുറിച്ച്. അത് ഇവര് ഈ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തന്നെ മോഹൻലാൽ അങ്ങനെ പറയുന്നുണ്ട്, വാര്യർ ഇതാണോ ക്യാരക്ടർ, ഇതുവരെ കണ്ടതെല്ലാം പൊള്ളയായിരുന്നു എന്നൊക്കെ, പാഴായിരുന്നു എന്നൊക്കെ പറയുന്നു. യെസ്, നമുക്കൊരു ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല, ഒരു മോറൽ കറേജ് ഉള്ള ഒരു ലേഡിയെ ആദ്യമായിട്ട് കാണുന്നതാണ്. ചലം കേട്ടാവോ എന്ന് ചോദിക്കുന്നു. ഇതില് മോഹൻലാലിന്റെ ക്യാരക്ടർ ഈ നമ്മുടെ എത്തിക്കൽ വാല്യൂസ് ഏതിൽ നിന്ന് ഏതിലേക്ക് ട്രാൻസ്ഫോം ആവുന്ന പോലെ നമുക്ക് കാണാം. മോഹൻലാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോയിൽഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അയാളുടെ ഒരു വാല്യൂസ് നമുക്ക് അങ്ങനെ ഒരു വെർച്യൂ, നന്മ എന്നൊക്കെ നന്മയുള്ള മനുഷ്യനാണ്. പക്ഷെ അയാളുടെ എക്സ്റ്റേണൽ സൈഡിലെല്ലാം നമ്മൾ കാണുന്നത് ഈവിൾ ആക്ട് ആണ്, അല്ലെ, ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ സംഘടനകൾ ഉണ്ടാക്കുന്നു, അമ്പലം ആഘോഷം കലക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള മോശമായിട്ടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ്. പിന്നെ കുറച്ചും കൂടി അയാളുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ആ ഒരു സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ്. കുറച്ചും കൂടി കമ്പാഷനേറ്റ് ആയിട്ട് മാറുന്നു, കുറച്ചും കൂടി സെൻസിറ്റീവായിട്ട് മാറുന്നു. പിന്നെ അയാൾ തന്നെ പറയുന്നുണ്ട്, ഈ അസുഖം വന്നതിന് ശേഷം പിന്നെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പം അയാൾ ഈ ശേഖരനോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇനി യുദ്ധത്തിനില്ല എന്നുള്ള രീതിയിലാണ്. അയാൾ പകരം ചോദിക്കാനൊന്നും പോകുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഈ ചില വ്യക്തികൾ അങ്ങനെ ഈ എക്സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാർ അവരെപ്പോഴും ആ ഒരു എക്സ്ട്രീം സൈഡിലാണ്. ഒന്നുകിൽ വലിയ ദേഷ്യക്കാരും മുൻകോപികളും, ഒരു ട്രാൻസ്ഫോർമേഷൻ വരികയാണെങ്കിൽ അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ അവർ നേരെ ഒരു ഇതിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ ആയുർവേദ ചികിത്സയിൽ കിടക്കുന്ന സമയത്ത് മുണ്ടക്കൽ ശേഖരൻ വന്നിട്ട് മോഹൻലാലിൻ്റെ നെഞ്ചത്ത് ചവിട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിൽ വേറൊരു രസമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ പിയർ ഗ്രൂപ്പൊക്കെ പേടിച്ചു പോയി എന്നതാണ്. ആവശ്യം വരുന്ന സമയത്ത് ഒരാളുണ്ടായിരുന്നില്ല. അത് പറഞ്ഞില്ല. അത് ആക്ച്വലി സൈഡ് കിക്ക് അല്ല, വാരിയർ അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അയാൾക്ക് ആക്ച്വലി ഇപ്പോഴും ഈ മോഹൻലാലിന്റെ നീലകണ്ഠന്റെ മേലൊരു വലിയൊരു പവർ അയാൾക്കുണ്ട്, പെർsuasion, ചില കാര്യങ്ങൾ ശ്രമിക്കാറുണ്ട്. എന്ന് മാത്രമല്ല ഈ ജനാർദ്ദന്റെ ക്യാരക്ടർ, അതായത് മുണ്ടക്കലിലെ അമ്മാവൻ, നെപ്പോളിയൻ്റെ, അതായത് മുണ്ടക്കൽ ശേഖരന്റെ അമ്മാവൻ അയാളെ കൊല്ലാനല്ല, ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിനെ അയച്ചിട്ട് ഒന്ന് അടിക്കാനാണ് പറഞ്ഞത്. പക്ഷെ അതൊരു ആക്സിഡന്റ് ആയിട്ട് മാറിയിട്ട് ജനാർദ്ദന്റെ ക്യാരക്ടർ കൊല്ലപ്പെടുന്നു.
ആ സമയത്ത് ആക്ച്വലി ആ സമയത്തൊക്കെ മോഹൻലാൽ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിനെ കറക്റ്റ് ചെയ്യുന്നതും ചെയ്യണ്ടെന്ന് പറയുന്നതും ഒക്കെ ആരാ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാര്യറുടെ ഒരു ക്യാരക്ടറാണ്. അത് ഇന്നസെന്റിന്റെ ക്യാരക്ടറിനെ എപ്പോഴും അയാളെ കളിയാക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, തൊഴിക്കുന്നുണ്ട് അല്ലേ. അയാൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു അസുഖം കഴിഞ്ഞു വന്ന ഉടനെ തന്നെ ഇനി മദ്യം തരില്ല, ഇവിടെയുള്ള കുപ്പിയെല്ലാം ഞാൻ കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഇനി ഇത് ഞാൻ കേൾക്കില്ല എന്നൊക്കെ പറയുന്നു. ലോയാലിറ്റി, യെസ് എസ് ഗുഡ്, ലോയലാണ്, വളരെ ലോയലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സെക്കൻഡ് പാർട്ടിലും അത് അതേപോലെ തന്നെ അത് വരുന്നു. നമുക്ക് സെക്കൻഡ് പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാതായിരിക്കും നല്ലത്. പിന്നെ ഈ പണിക്കർ എന്നുള്ളൊരു ക്യാരക്ടർ, ഈ ഭാനുമതിയുടെ ടാലന്റിനെ അറിയുന്ന ഒരു അയാളുടെ ഒരു ടീച്ചർ. അപ്പൊ അയാളൊരു അറിയപ്പെടുന്ന ഒരു ആർട്ട് ക്രിറ്റിക്കോ മറ്റോ ആണ്. അപ്പൊ ഈ പണിക്കരെ കുറിച്ച് പണിക്കർ വന്ന് പറഞ്ഞപ്പോഴാണ് മോഹൻലാലിന് ആ ഒരു ഗിൽറ്റ് കൂടുതലും തോന്നുന്നതും പിന്നെ നേരത്തെ ഭാനുമതിനെ ചെന്ന് കാണാനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മോഹൻലാൽ ഓൾറെഡി ഇയാളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇയാളുടെ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആർട്ടിൽ നേരത്തെ ആരോ പറഞ്ഞ പോലെ അപ്രീസിയേഷൻ ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. പിന്നീട് ഈ തളർന്നു കിടന്നതിന് ശേഷം, അസുഖം ബാധിച്ചതിന് ശേഷം നമ്മുടെ ഭാനുമതിയുടെ ഫാമിലി ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യും. അതിൻ്റെ പേഴ്സ്പെക്റ്റീവ്സ് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി സിസ്റ്റത്തിൻ്റെ പാളിച്ചകളാണ്. നമ്മൾ ആക്ച്വലി പാരൻറ്റിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ. ഈ ഭാനുമതിയുടെ അച്ഛൻ്റെ പാരൻറ്റിങ് സ്റ്റൈൽ, അച്ഛൻ നെടുമുടി വേണുവാണ്, കലാമണ്ഡലത്തിലെ ഒരു ആശാനൊക്കെയാണ്. പക്ഷെ അയാൾ നീലകണ്ഠനെ പോലെയുള്ളൊരു കുത്തഴിഞ്ഞ ജീവിതമാണ്, മദ്യപാനിയാണ്, യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അയാളുടെ ഒരു കുത്തഴിഞ്ഞ ജീവിതം കാരണമാണ് കടം കയറി സ്വന്തം വീട് പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്കൊക്കെ മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പാരൻറ്റിങ് പലപ്പോഴും ഈ നമ്മുടെ വാല്യൂസ് ആക്ച്വലി 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ് നമ്മുടെ വാല്യൂസ് ഇവോൾവ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഫാമിലി, സെക്കൻഡ് സ്കൂളിംഗ്, നമ്മുടെ എഡ്യൂക്കേഷൻ, സ്കൂളിങ്ങും കോളേജും ഒക്കെ വരുന്നു. തേർഡ് വൺ സൊസൈറ്റിയായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടെ. അപ്പോൾ ഈ വാല്യൂ സിസ്റ്റം ശരിക്കും നമുക്ക് ഏത് സിനിമ നോക്കി കഴിഞ്ഞാൽ അത് കാണാം. ഇപ്പോൾ ഭാനുമതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭാനുമതി കലാമണ്ഡലം എന്നൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു കക്ഷിയാണ്. പക്ഷേ പാരൻറ്റിങ് ആ സമയത്ത് അച്ഛൻ്റെ ക്യാരക്ടറിൻ്റെ ചില ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ ഇവർ ജപ്തിയുടെ നടപടിയൊക്കെ വരുമ്പോൾ നേരെ മംഗലശ്ശേരി ഈ കുടുംബത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അവിടെ വെച്ചിട്ടാണ് ഈ പ്രണയം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. മോഹൻലാൽ പണിക്കർ സാറിനെ കാണാനായിട്ട് ഇവരുടെ ടാലൻറ്റ്, ഈ ആപ്റ്റിറ്റ്യൂഡ്, അതായിരിക്കും കുറച്ചുകൂടി നല്ല വേർഡ്. എത്തിക്സിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു സംഗതി പറയും. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിരുചി. നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുള്ള കാര്യമാണ്, എല്ലാ സിനിമയിലും വരുന്ന കണ്ടന്റുമാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിലുള്ള നമ്മുടെ ഒരു വൈദഗ്ധ്യമാണ്, സ്കില്ല്, ടാലൻറ്റ്. ഇപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്നു, വരയ്ക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, അപ്പോൾ ഇത്, അല്ലെങ്കിൽ നമ്മൾ ഗെയിം കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, ഇതൊക്കെ ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഭാനുമതി വളരെ ആപ്റ്റിറ്റ്യൂഡുള്ളൊരു കക്ഷിയാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ ആപ്റ്റിറ്റ്യൂഡ് റിയലൈസ് ചെയ്ത്, ദർ ഇസ് എ കൺസെപ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് റിയലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് തന്നെയുണ്ട്. അവരത് ഓൾറെഡി ടാലൻറ്റ് മനസ്സിലാക്കി അത് റിയലൈസ് ചെയ്യാനായിട്ട് അവരങ്ങനെ പോകുന്നുണ്ട്. ആ സമയത്താണ് ഈ ഒരു ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായത്. പിന്നെ മോഹൻലാൽ അതിന് ഫേർദറായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്താണ് അവസാനം നമ്മുടെ ഒരു ക്ലൈമാക്സിലുള്ള ആ ഒരു ക്ഷേത്രത്തിൻ്റെ സമയത്തുണ്ടാവുന്ന ഭാനുമതിനെ കാണാതാവുന്നു. അങ്ങനെ അമ്പലത്തിലേക്ക് വീണ്ടും ഒരു ക്ലൈമാക്സ് ഫൈറ്റിലേക്കൊക്കെ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ളൊരു സൗണ്ടിൽ ഒരു സീൻ ഉണ്ടായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ അരിങ്ങോടർ എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ. പെരിങ്ങോടല്ലേ, അരിങ്ങോടർ മറ്റേ വടക്കൻ വീര അതേലെ ക്യാപ്റ്റൻ രാജുവിന്റെ ക്യാരക്ടറാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തതാ, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ? ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അത് വരുന്നത് 2 തവണ വരുന്നുണ്ട്. ഒരു തവണ വരുന്ന സമയത്ത് മോഹൻലാലിന്റെ ഒരു പ്രൈം സ്റ്റേജിൽ വരുമ്പോൾ മോഹൻലാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഏതായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? മോഹൻലാൽ കൊട്ടുന്നത് മൃദംഗാണെന്നാണ്. യെസ്, മൃദംഗാണ്, തബലയല്ല, മൃദംഗാണ്. മൃദംഗം കൊട്ടുന്നു. അയാൾ വരുന്നു. അയാളൊരു കലാകാരനാണ്. സോപാന സംഗീതം എന്നുള്ളൊരു കലാരൂപമുണ്ട്. അത് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. യെസ്, നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ദേവനെ ഉണർത്തുന്നത് സോപാന സംഗീതം പാടിയിട്ടാണ്. രാവിലെ ഉണർത്തുന്നതും വൈകുന്നേരം ഉറക്കുന്നതും, തൂലുണർത്തുക എന്നൊക്കെ പറയുന്നത്. ഇത് ആക്ച്വലി നമ്മൾ മിഡീവൽ ഇന്ത്യയിൽ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഗീതാഗോവിന്ദം എന്നുള്ളൊരു ടെക്സ്റ്റ്. ഇത് എഴുതിയത് ജയദേവനാണ്. ഈ ജയദേവന്റെ ഗീതാഗോവിന്ദത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ
ഇത് എഴുതുന്ന സമയത്ത് 10-11 നൂറ്റാണ്ടിലൊക്കെയാണ്. ആ സമയത്ത് ഇന്ത്യയുടെ ഒരു 11-12 നൂറ്റാണ്ടാണ്. ആ സമയത്ത് മൊത്തം ഇവിടെ കൺഫ്യൂഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ ടർക്കിഷ് ഇൻവേഷൻസ് വരുന്നു, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എംപയേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ആ സമയത്താണ് ഇയാൾ ഒരു കൃതി രചിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കൃഷ്ണനും രാധയും തമ്മിലുള്ള ഒരു പ്രണയം. ഇന്ന് നമ്മൾ രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാമുകി അല്ലെങ്കിൽ പാർട്ട്ണർ എന്നുള്ള സാധനമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ള റീലൊക്കെ പോയിരുന്നു. വൃന്ദാവനം ഞാനല്ലേ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്ന. അപ്പോൾ ഈ രാധാകൃഷ്ണ സങ്കല്പം ആക്ച്വലി ഇത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ഡെബിറ്റ് ചെയ്യുന്നത് ഈ കൃതിയാണ്, ജയദേവൻ്റെ ഗീതാഗോവിന്ദാണ്. അതിനു മുമ്പ് രാധ എന്നുള്ള കൺസെപ്റ്റൊക്കെ ഒരു വൺ അമംഗ് ദ ഗോപിക എന്നുള്ള കൺസെപ്റ്റായിരുന്നു. ഈ കൃതിയോട് കൂടി പിന്നീട് രാധ ഒരു സെൻട്രൽ ഫിഗർ ആയിട്ട് മാറി. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഇന്ത്യയുടെ പല ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ബംഗാളിൽ, ഒഡീഷ സൈഡിൽ വന്ന കൃതി ഇത് പിന്നീട് കേരളത്തിലെ പല കലാരൂപങ്ങളെ വരെ ഇൻസ്പയർ ചെയ്യുന്നു. ജയദേവൻ ആക്ച്വലി അന്ന് നമുക്ക് പ്രോപ്പർ ബംഗാൾ എന്ന് പറയാൻ പറ്റില്ല, ഒഡീഷ സൈഡാണ്. അപ്പോൾ അന്ന് ഈ സേന എന്നുള്ളൊരു ഡൈനാസ്റ്റി ഉണ്ട് മിഡീവൽ ഇന്ത്യയിൽ. ഈ സേന ഡൈനാസ്റ്റിയിലെ ഒരു കോർട്ട് സ്കോളറായിരുന്നു ജയദേവൻ. മലയാളത്തിലൊരു പാട്ടില് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള ശോഭനയും കൂടിയിട്ടുള്ള ഒരു പാട്ടില് പവിത്രം സിനിമയിൽ കോവിലിൽ പുലർവേളയിൽ ജയദേവ ഗീതാലാപനം എന്ന് പറയും. അപ്പോൾ ജയദേവ കവിയുടെ കൃതി നോർത്ത് ഇന്ത്യയിൽ അത് പെയിന്റിങ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ രാജ്പുട്ട് പെയിന്റിങ്, പഹാരി പെയിന്റിങ്സ് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പഹാരി പെയിന്റിങ്സിലെല്ലാം, രാജ്പുട്ട് പെയിന്റിങ്സിലെല്ലാം കൃഷ്ണഭക്തിയാണ് തീമായിട്ട് വരുന്നത്. ഇനി ഒരുപാട് പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറെയും പല കലാരൂപങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മിനിയേച്ചർ പെയിന്റിങ്സ് വന്നിട്ടുണ്ട്. മ്യൂസിക്കിൽ നമ്മൾ ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ മറ്റ് മ്യൂസിക്കിലെല്ലാം പല നൃത്തരൂപങ്ങളിലും നമ്മൾ ജയദേവൻ്റെ ഗീതാഗോവിന്ദാണ് മിക്ക ക്ലാസിക്കൽ ഡാൻസിലും വരുന്നത്. കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് അഷ്ടപതി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ അഷ്ടപതി എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേക രീതിയിൽ അതിൻ്റെ 8 പദങ്ങളായിട്ടാണ് അത് ഇവിടെ ആലപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ അഷ്ടപതിയിലെ ഈ കണ്ടന്റാണ്, ഗീതാഗോവിന്ദത്തിൻ്റെ കണ്ടന്റാണ് നമ്മൾ സോപാന സംഗീതമായിട്ട് അവതരിപ്പിക്കുന്നത്. ഒരു പ്രത്യേക ഒരു യുണീക്ക് ഒരു ഇൻസ്ട്രുമെന്റ് അതിൽ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ കൊട്ടുന്നുണ്ട്. ഏതാണത്? ഇടയ്ക്കയാണ് ഒരു പ്രത്യേക ഇൻസ്ട്രുമെന്റ് ആണ്. ഈ ഇടയ്ക്ക കൊട്ടിയിട്ടാണ് ഇത് പാടുന്നത്. ആ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. ആ ഒരു ഇരുട്ടത്ത് പടിവാതിലിൽ നിന്നിട്ട് പുള്ളി ഇങ്ങനെ വന്ദേ മുകുന്ദഹര എന്നുള്ള പാട്ട് ഇങ്ങനെ പാടുന്നതാണ്. അപ്പൊ അതൊരു നമുക്ക് ഓർത്തിരിക്കേണ്ട സംഗതി. ശരിക്കും 2-3 കലാരൂപങ്ങൾ വരുന്നുണ്ട്. ആദ്യം പറഞ്ഞിരുന്ന കൂടിയാട്ടം, പിന്നെ ഇവിടെ വരുന്ന നമ്മുടെ ഒരു സോപാന സംഗീതം, പിന്നെ ഭരതനാട്യം. നമ്മുടെ രേവതി ഭാനുമതി ഭരതനാട്യം കലാകാരിയാണ്. ആൻഡ് പഞ്ചവാദ്യം നമ്മൾ വിട്ടുപോയ കാര്യമാണ്. സിനിമയുടെ തുടക്കത്തിൽ അമ്പലം ഉത്സവം കുളമാക്കിയിട്ട് അവിടെയുള്ള കലാകാരന്മാരെയൊക്കെ കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ച് ഇയാൾ ഒരു പഞ്ചവാദ്യം നടത്തിയിരുന്നത്. അപ്പോൾ കലാകാരന്മാരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു ചെറിയൊരു പയ്യൻ, പുള്ളി ഗുരുവിനെക്കാട്ടും കേമനാവും എന്നൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാൾക്ക് പട്ട് കൊടുക്കുന്നു. ഒരു ഫ്യൂഡൽ സെറ്റപ്പാണ്, രാജാക്കന്മാരങ്ങനെ ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ അത് ആക്ച്വലി ഈ വ്യക്തികൾക്കൊക്കെ പിന്നീട് അടി കിട്ടുന്നുണ്ട്. ഇവർ തല്ലും മറ്റും ചെയ്യുന്നത്. അവർ പറയുന്നുണ്ട് അത് നമുക്ക് ക്ഷേത്രത്തിൽ പോയി ചെല്ലാതെ മംഗലശ്ശേരി നീലകണ്ഠന്റെ ദർബാറിൽ ചെന്ന് ഇത് കൊട്ടിയാനുള്ള ശിക്ഷയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കലാരൂപങ്ങളുടെ കാര്യം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ലാസ്റ്റിലുള്ള ഒരു ഫൈറ്റാണ്. ലാസ്റ്റിലെ ഫൈറ്റ് ഞാൻ ഫൈറ്റിലേക്ക് വരാം. അതിന് മുമ്പ് ഈ പാട്ടെല്ലാം, ഈ ദേവാസുരത്തിലത്തെ സൂര്യകിരീടം വീണുടഞ്ഞു എന്നുള്ള പാട്ട്, പിന്നെ ഭാനുമതി ആ നൃത്തത്തിന് ഡൽഹിയിലേക്ക് പോകാനായിട്ട് ഒരു പാട്ടുണ്ടല്ലോ, ഏതായിരുന്നു? പീലിക്കാവുകളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മേടപ്പൊന്നണിയും അതന്നെ പാട്ട് പാടാൻ പറ്റുമോ? അശ്വതി അശ്വതി പാടില്ലേ? നല്ല പാട്ടാണത്. നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അത് വലിയൊരു കൊറിയോഗ്രാഫിയൊക്കെ സെറ്റ് ചെയ്ത് ഈ പണിക്കർ എന്നുള്ള കലാകാരന് വരുന്നു, പണിക്കർ സാറ് വരുന്നു. അവരത് വിഷ്വലൈസ് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഈ വരിക്കാശ്ശേരിയുടെ മംഗലശ്ശേരി മനയുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് റെഡി ആവാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡന്റ്. ഈ ഒരു അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ സമയത്ത് സിനിമ തുടങ്ങുന്നത് അമ്പലത്തിന്റെ ഒരു ഉത്സവം കലങ്ങുന്നു, വീണ്ടും അവസാനിക്കുന്നതും എന്താണ് ആ ഒരു ഉത്സവത്തിന്റെ ഒരു സമയത്താണ്. ഭാനുമതിനെ കാണാനില്ല. അപ്പോൾ മോഹൻലാൽ ചെല്ലുന്നു. അപ്പോൾ മുണ്ടക്കൽ ശേഖരൻ പറയുന്നു, എന്താണ്, ഭാനുമതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്, അപ്പോൾ നീ ഇനി തിരിച്ചടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ആക്രമിക്കുന്നത്. അതൊരു തരത്തിൽ പറഞ്ഞൊരു വീരത്വമാണ്.
അപ്പൊ ആ സമയത്ത് പിന്നീട് എന്ത് ചെയ്യുന്നു, ഒരു മൊമെന്റിൽ മോഹൻലാലിന്റെ പവർഫുൾനെസ്സിനല്ലേ അവിടെ കാണിക്കുന്നത്. നേരെ നിന്ന് കഴിഞ്ഞാല് നേരിട്ട് ആരും വരില്ല. കീഴടക്കാൻ പറ്റില്ല. അതൊരു സിനിമയിലെ ഒരു സ്ത്രീ തന്നെ, നമ്മുടെ ചിത്രയാണോ എന്നറിയില്ല, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള കക്ഷി. അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് മംഗലശ്ശേരി നീലകണ്ഠന് 4 ആളുടെ കൂടെയോ അല്ലെങ്കിൽ എന്താണ് ഇരുട്ടടിയില്ലാതെ കീഴടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ട് വലിയൊരു ഫൈറ്റ് നടക്കുന്നു. അത് ആക്ച്വലി പല യുവ സംവിധായകരും പറയുന്ന കാര്യമുണ്ട്, ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ആക്ച്വലി വലിയൊരു ക്രൗഡാണ്. മോഹൻലാൽ അന്നത്തെ ഏറ്റവും സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്നു, ഒരു ഉത്സവമാണ്, അത്രയും തിരക്കുണ്ട്. അപ്പോൾ ഈ IV ശശി എന്നുള്ളൊരു ഭയങ്കര ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടർ, അയാളത് ഇത്രയും ക്രൗഡിനെ ഗംഭീരമായിട്ട് ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണെന്നുള്ളതൊരു സംഗതിയാണ്. കാരണം നമുക്ക് ഈ പ്രൊഡക്ഷൻ മാനേജേഴ്സൊക്കെ കൺട്രോളേഴ്സൊന്നും ചിലപ്പോൾ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം വലിയ ക്രൗഡല്ല, പല കാര്യങ്ങളും സംഭവിക്കാം. IV ശശി ഇങ്ങനെ വരുന്നു, ഞാൻ ആരുടെ ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, പുള്ളി വരുന്നു, ഒക്കെ പറയുന്നു, ഓൺ പറയുന്നു, ഇവരെല്ലാവരും ആൾക്കാരെല്ലാവരും അനുസരിക്കുന്നു, വളരെ സ്മൂത്തായിട്ട് ആ ഒരു ആരവത്തിന്റെ ഇടയിൽ വളരെ. പക്ഷെ അത് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കുറച്ചുകൂടി ഡേഞ്ചറസ് ആയേനെ. ഇപ്പൊ സ്റ്റാമ്പീഡും അതുപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നോണ്ട് കൂടുതൽ ആളുകൾക്ക് ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. അവിടെ അപ്പൊ അങ്ങനെ ഇല്ല. അപ്പൊ ജസ്റ്റ് ഡിസ്കഷൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ മോഹൻലാലിനെ ഞാൻ കണ്ടു എന്നുള്ളത് മാത്രമല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഒരു 4 ആള് കൂടുമ്പോ. പക്ഷെ ഇതങ്ങനല്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോ ഇൻസ്റ്റഗ്രാമിൽ പോകുന്നു, പല ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. കൂടുതൽ ഇൻഫോർമേഷൻസ് പകരില്ല, കുറച്ചും കൂടി കൂടും. പിന്നെ വേറെ കാര്യമുണ്ട് ആക്ച്വലി ഒന്നും എനിക്ക് തോന്നുന്നു, മോഹൻലാലിന്റെ ഒരു പ്രൈം സ്റ്റേജ് പീക്ക് ടൈമാണ് 33 എന്നൊക്കെ പറയുമ്പോഴേക്കും മോഹൻലാല് എനിക്ക് തോന്നുന്നു 25 വയസ്സിലൊക്കെ രാജാവിന്റെ മകൻ ചെയ്തു. പിന്നെ 90s ഒരുപാട് സിനിമകൾ, കിരീടം വരുന്നു, അത് വരുന്നു, അങ്ങനെ കുറേ സിനിമകളൊക്കെ 27ാമത്തെ വയസ്സിൽ മറ്റാണ് കിരീടം വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു സ്റ്റാർട്ടപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ആ സമയത്ത്. അത് ഈ ഒരു സ്റ്റാമ്പേഡിൻ്റെ കാര്യം പറഞ്ഞാൽ നന്നായി. നമുക്ക് 2025 മെയിൻസിൻ്റെ എത്തിക്സ് പേപ്പറിൽ സ്റ്റാമ്പേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡിയാണ് വന്നിട്ടുണ്ടായിരുന്നത്, ക്രൗഡ് മാനേജ്മെന്റ് എന്നുള്ള സംഗതി. അതിൽ എത്തിക്സിനെ വരുന്നുണ്ട്. ക്രൗഡ് മാനേജ്മെന്റ് എന്നുള്ള സംഗതി ഉണ്ടല്ലോ. കാരണം നമ്മളൊരു ലീഡർഷിപ്പാണ് അല്ല, ഉദാഹരണത്തിന് ഇതിപ്പോ ഒരു ഗവൺമെന്റിന്റെ പരിപാടിയാണെങ്കിലും നമ്മൾ ആക്ച്വലി ഒരു ഉത്സവം നടത്തുന്നു, അവിടെ പോലീസുകാർ കാണില്ലേ. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് അവിടെ ഇഷ്ടംപോലെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നത് ഈ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടുന്നു, മുംബൈയിൽ വലിയ റാലി നടത്തുന്നു. അന്ന് മുംബൈ പോലുള്ള ഒരു വലിയ സിറ്റിയിൽ മുംബൈ പോലീസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തി. പക്ഷെ RCB അവർക്ക് വലിയ ട്രോഫി കിട്ടിയ സമയത്ത് എന്താണ്, വളരെ പുവർ പ്ലാനിങ് ആയിരുന്നു കർണാടകത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ വേറൊരു നല്ലൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ളൊരു തിങ്കർ ഉണ്ട്, ജോൺ ലോക്ക്. ഈ ജോൺ ലോക്ക് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. ജോൺ ലോക്ക് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ജനങ്ങളുടെ ലൈഫും പ്രോപ്പർട്ടിയും അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്രൗഡ് കൺട്രോളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെയും കൂടി റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കർണാടകത്തിലൊക്കെ ഈ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായ സമയത്തൊക്കെ യെസ്, നമ്മൾ കോൺട്രാക്ടേറിയനിസം എന്നുള്ള ഒരു എത്തിക്കൽ തിയറി ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന 2-3 തിങ്കേഴ്സ്, തോമസ് ഹോബ്സ് വരുന്നുണ്ട്, ജോൺ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ ജോൺ ലോക്ക് പറയുന്ന ഒരു ഐഡിയ ആണ്. അദ്ദേഹം പറയുന്നത് ബേസിക്കലി നമുക്ക് കേസ് സ്റ്റഡീസിലൊക്കെ ഉപയോഗിക്കട്ടെ. അതായത് നമ്മുടെ റൈറ്റ്സ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യപ്പെടണം, ലിബർട്ടി ഉണ്ടായിരിക്കും. ഗവൺമെൻറ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കണം. ഗവൺമെൻറ് നമ്മളെ അനാവശ്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പാടില്ല. ബട്ട് there is a responsibility of the government to look after the life and ഈ പ്രത്യേകിച്ചും അവരുടെ ലൈഫും ലിബർട്ടിയും പ്രോപ്പർട്ടിയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് ക്രൗഡ് മാനേജറിൽ വരുന്നുണ്ട്. നമുക്ക് അത് തൽക്കാലത്ത് ലീവ് ചെയ്യാം, ഈ സിനിമയിലേക്ക് വരാം. സിനിമയിൽ വന്നിട്ട് മംഗലശ്ശേരി നീലകണ്ഠൻ ഈ മുണ്ടയ്ക്കൽ ശേഖരൻ്റെ കൈ വെട്ടുന്നു എന്നുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സംഗതി. അപ്പോൾ അത് ആ സിനിമയിൽ അത് കൈ വെട്ടുന്നതിനെക്കാട്ട് മുമ്പ് ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്, ശേഖര എൻ്റെ ഒരു കൈ ഞാൻ എടുക്കുകയാണ്, എനിക്ക് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അല്ല, കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് ഭാനുമതി വന്നിട്ട് വിളിക്കുന്നു. അപ്പോൾ കൊല്ലുന്നില്ല, പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു കൈ എടുക്കുകയാണെന്ന് പറഞ്ഞ് കൈ വെട്ടിക്കളയുന്നതാണ്, കൊടുക്കുന്നുണ്ട്. ജീവിക്കാൻ വരുന്ന അങ്ങനെയുണ്ട്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ആബ്സല്യൂട്ടിസ്റ്റും റിലേറ്റീവ്സും ഡിയന്റോളജിസ്റ്റ് ആൻഡ് ടെലിയോളജിസ്റ്റിന്റെ നമുക്ക് എത്തിക്സിന്റെ പെർസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. മംഗലശ്ശേരി നീലകണ്ഠൻ മുണ്ടയ്ക്കൽ ശേഖരന്റെ കൈ വെട്ടുന്നു, ഇതൊരു കോഴ്സ് ഓഫ് ആക്ഷൻ. നമുക്ക് എത്തിക്സിൽ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്നത്
ഒരു പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് 3 ആംഗിളിൽ നോക്കി കാണും. അപ്പം ഇതിൽ ഈ നീലകണ്ഠൻ എന്തുകൊണ്ടാണ് ഈ മംഗലശ്ശേരിയുടെ കൈ വെട്ടുന്നത് അജയ്? അതിൻ്റെ കാരണം എന്താ? ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പം അയാൾ ഒരു കോൺസിക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇയാളുടെ കൈ വെട്ടുകയാണെങ്കിൽ പിന്നെ എനിക്ക് ജീവിക്കാനായിട്ടൊരു അപായം ഉണ്ടാവില്ല, ഭീഷണി ഉണ്ടാവില്ല, പോസിറ്റീവ് ഔട്ട്കം ആയിരിക്കും, ഒരു യൂട്ടിലിറ്റി അതിനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നീലകണ്ഠന്റെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊരു കോൺസിക്വൻഷ്യലിസ്റ്റ് അപ്രോച്ച്. ഇവിടെ കൈ വെട്ടുന്നത് എന്തിനാണ്? അതുകൊണ്ട് നല്ലൊരു കോൺസിക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനെ കോൺസിക്വൻഷ്യലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയും. ഇവിടെ നമ്മൾ പഠിക്കുന്ന തിങ്കേഴ്സൊക്കെയാണ് നമ്മൾ മില്ലിൻ്റെ ഒക്കെ യൂട്ടിലിറ്റേറിയനിസം എന്നുള്ള ഫിലോസഫി, ബന്ധം മില്ലൊക്കെ വരും. ഇനി വേറൊരു അപ്രോച്ച് എന്ന് പറഞ്ഞു വെച്ചാൽ ഡിയന്റോളജിയാണ്. ഡിയന്റോളജിനെ നമ്മൾ നോൺ കോൺസിക്വൻഷ്യലിസം എന്ന് നമ്മൾ വിളിക്കും. അതായത് നമ്മുടെ ഐഡിയോളജി എന്താണോ അത് എല്ലാ സിറ്റുവേഷനിലും ആ ഐഡിയോളജി അങ്ങനെ നിലനിർത്തിക്കൊണ്ടുള്ള, അതായത് ബേസിക്കലി എന്താ വെച്ചാൽ ഇത് നോൺ കോൺസിക്വൻഷ്യലിസം എന്ന് പറയുകയാണെങ്കിൽ കോൺസിക്വൻസ് ഇവിടെ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മളിവിടെ നോക്കുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ. അപ്പോൾ കൈ വെട്ടുന്നത് ശരിയാണോ തെറ്റാണെന്നത് അവിടെ മംഗലശ്ശേരി നീലകണ്ഠനാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണോ പ്രധാനമന്ത്രിയാണോ അതൊന്നും ഡസന്റ് മാറ്റർ. ഈ കൈ വെട്ടുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ നോക്കുന്നത്. സാഹചര്യം ഡസന്റ് മാറ്റർ. ആ പ്ലേസും ടൈമും ഒന്നും മാറ്റുന്നുണ്ട്. അത് രാവണപ്രഭുവിലായാലും അല്ലെങ്കിൽ ദേവാസുരത്തിലായാലും അല്ലെങ്കിൽ മോഹൻലാലിന്റെ ആദ്യ സിനിമയിലായാലും കൈ വെട്ടുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അതാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ അതിൽ ആക്ച്വലി ഇമ്മാനുവൽ കാന്റിന്റെ ഒരു തിയറി ഒക്കെ ഉണ്ട്. ഇമ്മാനുവൽ കാന്റ് പറയുന്നുണ്ട്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രവൃത്തി അതിനൊരു യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇപ്പോൾ മോഹൻലാൽ കൈവിട്ടുന്നതിന് മുമ്പ് മോഹൻലാൽ ഇങ്ങനെ ആലോചിക്കണം, അജയ് കൈവിട്ടി കഴിഞ്ഞാൽ, അശ്വതി കൈവിട്ടി കഴിഞ്ഞാൽ നോർമൽ തിങ് ആണോ, നമുക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്കത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഞാൻ ക്ലാസ്സിലേക്ക് ഒറ്റക്കൈനായിട്ട് വരേണ്ടി വരുന്നത് എന്റെ കൈവിട്ടി കളയുന്നത് അല്ലേ? യെസ്, നമ്മൾ കാറ്റഗറിക്കൽ ഇമ്പരേറ്റീവ് എന്ന് വിളിക്കുന്ന 3 തിയറിയാണ്. അതിൽ ഒന്നാമത്തെ ഐഡിയ ആണ് ഇദ്ദേഹത്തിന്റെ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് വിളിക്കും, യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ടോ. നമുക്ക് അങ്ങനെ കൈവെട്ടുന്നത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ എന്തായിരിക്കും, വാര്യര് ചിലപ്പോൾ ഭാനുമതിയുടെ കൂടെ പോകുന്ന സമയത്ത് എന്തായിരിക്കും, വാര്യരായിരിക്കും ഇവർ രണ്ടുപേരും കൈവെട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ കൈ വെട്ടാതിരിക്കുന്നു, അതെല്ലാവരും ചെയ്തുകൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൈ വെട്ടാതിരിക്കുക എന്നത് നല്ലൊരു കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പോൾ ഡിയന്റോളജിയിൽ ബേസിക്കലി നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ കോൺസിക്വൻസ് ഡസന്റ് മാറ്റർ, പ്രവൃത്തി ശരിയോ തെറ്റോ അത്രയോ. പിന്നെ വേറെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വെർച്വു എത്തിക്സ് ആണ്. വെർച്വു എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, പ്രവൃത്തിയുടെ ഇമ്പാക്റ്റും അല്ല, നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ ക്യാരക്ടറാണ്. നമ്മുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സോക്രട്ടീസും പ്ലാറ്റോയും അരിസ്റ്റോട്ടിലൊക്കെ പറയുന്നത് ഇതാണ്. അവർ പറയുന്നത് ബേസിക്കലി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്യാരക്ടർ നന്നാക്കുക, ബി ഗുഡ് ഡു ഗുഡ്. ഇപ്പോൾ നമ്മൾ ഹ്യൂമിലിറ്റി, കമ്പാഷൻ, ഇപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ വലിയൊരു നന്മമരാണെങ്കിൽ, ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കൈവെട്ടാൻ തോന്നുന്നില്ല. അപ്പോൾ അത് ആദ്യം ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ 3 അപ്രോച്ചാണ് വരുന്നത്. സർ, ഇതിൽ ഗാന്ധിജിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഈ ഡിയന്റോളജിസ്റ്റിൽ കൊണ്ടുവരാമല്ലോ. നോൺ വയലൻസ് എന്നുള്ളവിടെ പുള്ളി എല്ലാവരുടെയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ആണ് ഗാന്ധിജിയുടെ പെർസ്പെക്റ്റീവിൽ ഇത് തെറ്റാണ്. കാരണം ദാറ്റ്സ് വൈ ചൗരി ചൗര ഉണ്ടായിരുന്നപ്പോൾ നോൺ കോപ്പറേഷൻ നല്ലൊരു എക്സാമ്പിൾ ആണ്. കാരണം ഗാന്ധിജിയുടെ ഫിലോസഫിയും ഈ നോൺ കോൺസിക്വൻഷ്യലിസം ആണ്, ഡിയന്റോളജിയാണ്. നമ്മൾ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഗാന്ധിജി ഡിയന്റോളജിസ്റ്റ് ആണ്. ഗാന്ധിജിയുടെ വേണമെങ്കിൽ ഒരു മോറൽ ആബ്സല്യൂട്ടിസം എന്നൊക്കെ പറയാം, ഒരു പിടിവാശിക്കാരനാണ്. പുള്ളി പറഞ്ഞത് മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്ന ഒരു വേർഷനാണ് ഗാന്ധിജി. അതുകൊണ്ടാണ് അഹിംസ മാത്രമാണ് റൈറ്റ് എന്ന് പറയുന്നു. ഏത് മൊമെന്റിലും മോഹൻലാൽ അല്ല ഗാന്ധിജി കാണുന്നൊരു കിനാശ്ശേരി അല്ലേ, മുണ്ടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവം അലമ്പാവുന്ന സമയത്ത് പോലും മംഗലശ്ശേരി നീലകണ്ഠൻ എന്താണ്, നോൺ വയലന്റ് ആവണം എന്നുള്ളൊരു ഐഡിയ ആണ്. അതുകൊണ്ടാണ് ഗാന്ധിജി ഈ നോൺ വയലൻസ് എന്ന് ഡീവിയേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചൗരി ചൗര ഇൻസിഡന്റിനെ തുടർന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ വിഡ്രോ ചെയ്തു. പക്ഷെ അന്നേരം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഭയങ്കരമായിട്ട് പീക്കിൽ നിൽക്കുമായിരുന്നില്ലേ? അപ്പോഴാ പുള്ളിയുടെ ആ മോറൽ വാല്യൂ അവിടെ വരുന്നത്. അതായത് എത്ര പീക്കിൽ നിന്നാലും ശരി, ബ്രിട്ടീഷുകാരെ എത്ര പേടിച്ചാലും ശരി, എന്റെ നോൺ വയലൻസ് എന്ന വാല്യൂ അവിടെ കളങ്കപ്പെടും. അതാണ് ആക്ച്വലി ഡിയന്റോളജി. അതായത് നമ്മൾ ഡിയന്റോളജി പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഏത് സമയത്തും നമ്മൾ ഏത് ടൈം, അത് ബ്രിട്ടീഷുകാരുടെ സമയത്താണെങ്കിലും മോഡേൺ പീരീഡ് ആണെങ്കിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ആണെങ്കിലും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈം നമ്മൾ ദർ ആർ സർട്ടൺ റൈറ്റ് ആൻഡ് റോങ് ആൻഡ് മോറൽ മീൻസ് വിൽ ഓൾവേസ് ലീഡ് ടു എന്താ പറയുക മോറൽ എൻഡ്. അപ്പോൾ നമ്മൾ മീൻസിനും എൻഡിനെയും കുറിച്ച് നമുക്ക് 2 ഐഡിയാസ് ഉണ്ട്.
ഒന്ന് എൻഡ് ജസ്റ്റിഫൈ മീൻ എന്നുള്ളൊരു ഐഡിയ, നമ്മൾ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും. അപ്പോൾ വേറെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ ഐഡിയ ആണ് ആസ് ദ മീൻ സോ ദ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസും എൻഡും പ്യൂർ ആയിരിക്കണം, രണ്ടും ഒക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്കിനി ഗാന്ധിജിയിൽ നിന്ന് നമുക്കിനി ദേവാസുരത്തിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ കൈവെട്ടുന്നു, അതോടുകൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അതൊരു സിനിമയുടെ ഒരു ക്ലൈമാക്സിലേക്ക് അവിടെ അല്ല അവസാനിക്കുന്നത്. അവർ വീട്ടിലേക്ക് പോകുന്നൊക്കെ കാണിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോറൽ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലും ഒരു മോറൽ സൈഡ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ ആണത്. അതൊരു റൈറ്റ് മൊമെന്റ് വന്നപ്പോൾ ചില സിറ്റുവേഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നു, അയാളുടെ ഉള്ളിൽ മൊറാലിറ്റി വളരുന്നു, അയാൾക്കൊരു മെന്റൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നു, ഒരു അസുരൻ എന്ത് ചെയ്യുന്നു പതുക്കെ ഗ്രാജുവലി ദേവനായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു സംഗതി. പിന്നെ അതിൻ്റെ ഒരു തുടർച്ചയാണ് രാവണപ്രഭു വരുന്നത്. അത് നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ.